നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ചെമ്മീൻ കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. അതിനായി 1 കിലോ ചെമ്മീൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കി എടുക്കാനായി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ചെറിയ ജീരകം, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ച് മാറ്റി വെച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടി വന്നാൽ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഉള്ളി നന്നായി വഴണ്ടി വന്നാൽ ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് പിന്നെ ഈ മസാലയുടെ പച്ചമണം മാറി വന്നതിന് ശേഷം മാത്രമേ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മൂപ്പിക്കാവൂ. ഈ പൊടിവർഗ്ഗങ്ങളൊക്കെ മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനോട് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നന്നായി ചൂടായി വന്നപ്പോഴേക്കും ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഈ ഗ്രേവിയൊക്കെ ലൂസായി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെമ്മീനിലെ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം വേണം നമുക്ക് കറിക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിതിപ്പം കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അധികം ചാറൊന്നുമില്ലാതെ തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം വെന്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഉടൻ കഴിക്കുന്നതിലും രുചി കുറഞ്ഞത് 3-4 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും. അന്നേരം തക്കാളിയുടെ പുളിയും മസാലയുടെ ടേസ്റ്റും ഒക്കെ ചെമ്മീനെ പിടിച്ച് കറിക്ക് നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ മറക്കണ്ട. താങ്ക് യു.